ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചൂണ്ടയിടാൻ വന്ന സൈറ്റായത്. ഇവിടുന്ന് അക്കരെ വേണം പോകാൻ ചൂണ്ടയിടാൻ ഞാൻ പോകുന്നത്. കടത്ത വെള്ളമുണ്ട് ഇവിടെ അക്കരെ പോകാനായിട്ട്. ഞാനും എൻ്റെ വേറെ 2 കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ചൂണ്ടയിടാൻ പോകാനായിട്ട്. നല്ല ഒഴുക്കുണ്ട് ഇവിടെ, കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ഒഴുക്കാണ് ഇവിടെ. പിന്നെ ഞങ്ങൾ അക്കരെ എത്തി. ഇറങ്ങിയത് ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ വേണം പോകാൻ. ഇവിടുത്തെ ഈ നാട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് തോടല്ല, റോഡാണ്. വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ അവരുടെ മുറ്റത്ത് വരെ വെള്ളം കയറും. ഇതിലേക്കൂടെ നടന്ന് അങ്ങ് അറ്റം പോകണം. അവിടെ പോയാണ് ചൂണ്ടിടാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ദിവസം പോയപ്പോൾ തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി ഇവിടെ നടക്കാനും എല്ലാത്തിനുമൊക്കെ. പക്ഷേ ഇവിടെ ജീവിക്കുന്നവരുടെ അവസ്ഥയോ, ഇവർ ഡെയിലി ഇതിലേക്കൂടെ നടന്നാൽ പോകുന്നത്. ഇവിടെ കൂടുതലും ഇപ്പം എനിക്ക് കിട്ടുന്ന മൊത്തം കുറുവാപ്പരലാണ്. കുറുവാപ്പരലെന്നാണ് ഈ മീനെ പറയുന്നത്. വേലിയേറ്റ സമയത്തും ഡാം തുറക്കുമ്പോഴെല്ലാം ഇവിടെ വെള്ളം കയറിയാലും പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായത്. ഇവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി കാണണമെന്നുണ്ട്. പക്ഷെ നല്ല ഭാഗമാണ്. എല്ലായിടും ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പോയ സമയത്ത് ഇങ്ങനെ 6 മണി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാൻ നിന്നില്ല. ഞങ്ങളവിടെ ചൂണ്ടയിട്ട് കുറേ മീനെയൊക്കെ പിടിച്ച്. ഞങ്ങളാ വന്ന വള്ളത്തിൻ്റെ അവിടെ ചൂണ്ടയിടാൻ പറ്റത്തില്ല. അവിടെ ഭയങ്കര ഒഴുക്കായതുകൊണ്ട് അവിടെ ചൂണ്ടയിടാതെ ഞങ്ങൾ അകത്തോട്ട് കയറി വന്നാൽ ചൂണ്ടയിടുന്നത്. അവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, നല്ല സഹകരണവും നല്ല സപ്പോർട്ടും. ഞങ്ങൾ ചൂണ്ടയിടുന്നതൊക്കെ വന്ന് നോക്കിയൊക്കെ നിൽക്കും. നല്ല സപ്പോർട്ടാകട്ടെ, നല്ല സഹകരണമുള്ള നല്ല സ്നേഹമുള്ള ആൾക്കാർ അവിടെ ഉള്ളതെല്ലാം. അവിടെ വരാലുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടോ. അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കുക. അതെല്ലായിടത്തും സെറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു പുതിയ സ്റ്റിക്ക് വാങ്ങിയായിരുന്നല്ലോ. ആ വീഡിയോ ഞായിട്ടോണ്ടായിരുന്നു. ആ സ്റ്റിക്കായിരുന്നു ഞാൻ അവിടെ ഉപയോഗിച്ച് നോക്കുന്നത്. ആ സ്റ്റിക്കൊന്ന് അവിടെ ഉപയോഗിച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുക ഞാൻ. വെള്ളത്തിനൊക്കെ ഭയങ്കര കലക്കലാണ്. അതുകൊണ്ട് വരാൽ കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് കാസ്റ്റ് ചെയ്തൊക്കെ നോക്കാം അവിടെയൊക്കെ ഒന്ന്. അല്ല, ഇവിടം വരെ വന്നേയല്ലേ, ഒരു വരാൽ കിട്ടിയാൽ കിട്ടട്ടെ. ഞാൻ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കൊച്ചു സുന്ദരൻ ഒരു മടലും പിടിച്ചിട്ട് വന്ന് മീൻ പിടിക്കുന്നുണ്ടോ? ഇതാണ് ആ സ്ഥലം കണ്ടോ? നല്ല രസമുള്ള സ്ഥലമെന്നറിയാം ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ ചെമ്മീൻ വളത്തിലൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ എല്ലാം ഓടി നടന്ന് കാസ്റ്റ് ചെയ്ത് അവിടെ എല്ലാം നല്ല സ്ഥലമുണ്ട്. കാസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. അവിടെ പോയാൽ മീൻ പിടിക്കാനേ സ്ഥലമുള്ളൂ. അല്ല ചുമ്മാ കറങ്ങി നടക്കാമല്ല, മൊത്തം മീൻ പിടിക്കാനുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള സ്ഥലങ്ങളാണ്. മൊത്തവും കാസ്റ്റ് ചെയ്യാനും മീൻ പിടിക്കാനും എല്ലാം നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ഓടി കടന്ന് കാസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു വരാലിനെ പോലും കിട്ടിയില്ല. കലക്കലുള്ളതുകൊണ്ടായിരിക്കും വരാലിനെ ഒന്നും കിട്ടാഞ്ഞത്. ഈ വഴി കൂടെ നടന്ന് അങ്ങ് അപ്പുറം പോകണം. ഒരു ഭാഗത്ത് ചെളിയും ഒരു ഭാഗത്ത് നല്ല വെള്ളവുമാണ്. എനിക്കാണെങ്കിൽ നീന്താനും അറിയത്തില്ല. വെള്ളത്തിലെങ്ങാനുള്ള വീണുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും, ചൂണ്ടയിടും. അങ്ങനെ കറങ്ങി നടന്ന് ചൂണ്ടയിട്ടൊക്കെ നടക്കുക. ചൂണ്ടയിട്ടും കറങ്ങി നടന്ന് ലേറ്റായി തുടങ്ങി. ഞങ്ങൾ പയ്യെ തിരിച്ച് പോകാനുള്ള പോക്കിലോട്ട് നടക്കുവാണ്. ഇനി നിന്നിട്ടും കാര്യമില്ല, ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങി. കുറച്ച് ദൂരം നടക്കണം കടത്തക്കടവിലെത്താൻ. ഞങ്ങൾ കടത്തക്കടവിലെത്തിയപ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് ഇരുട്ടി. ഞങ്ങളങ്ങനെ തിരിച്ച് യാത്രയായി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ മീനാണ് ഇത്. കുറുവാപ്പരലെന്നാണ് ഇതിൻ്റെ പേര്. കുറേ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്.